ഹലോ ഫ്രണ്ട്സ്, ഇന്ന് ഞാനിവിടെ ഒരു ബിരിയാണിയാണ് തയ്യാറാക്കാൻ പോകുന്നത്. ഹമൂർ എന്നൊരു ഫിഷ് കൊണ്ടുള്ള ഒരു ബിരിയാണിയാണിത്. ഞാനിവിടെ ഫിഷ് ക്ലീൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കത് മസാലയൊക്കെ ചേർത്ത് വെക്കാം. അതിന് വേണ്ടിയിട്ട് ആദ്യം ഉപ്പ് ആവശ്യമുള്ള 3 മീനാണ് എടുത്തിരിക്കുന്നത്. വലിയ പീസാണ്. അത് 3 പേർക്കുള്ള ബിരിയാണിയാണ് ഇന്ന് ഞാനിവിടെ തയ്യാറാക്കാൻ പോകുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് അല്പം ആവശ്യത്തിന് ഉപ്പ് ചേർക്കുക. ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, അതുപോലെ തന്നെ ഒരു ടേബിൾ സ്പൂൺ മുളക് പൊടി, കാശ്മീരി മുളക് പൊടിയാണ് ഞാനിവിടെ ചേർത്തിരിക്കുന്നത്. അല്പം കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കുക. ലെമൺ പിഴിഞ്ഞൊഴിക്കുക. ഒരു ടേബിൾ സ്പൂൺ അല്ലെങ്കിൽ 2 ചെറിയ സ്പൂണിലായിട്ട് തൈര് ചേർത്ത് കൊടുക്കുക. കൂടാതെ ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് അരച്ച പേസ്റ്റാണിത്. ആ പേസ്റ്റും 1 ടേബിൾ സ്പൂൺ ചേർക്കുക. അങ്ങനെ ഇവ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം മീനിൻ്റെ കഷ്ണങ്ങൾ ഓരോന്നായിട്ട് നന്നായിട്ട് മസാല ഒക്കെ ചേർത്ത് പിടിപ്പിച്ചിട്ട് ഒരു 20 മിനിറ്റ് സമയം വരെ ഫ്രീസറിലല്ല ഫ്രിഡ്ജിൽ 20 മിനിറ്റ് അല്ലെങ്കിൽ അരമണിക്കൂറോളം ആയാലും കുഴപ്പമൊന്നുമില്ല, ഫ്രിഡ്ജിലെടുത്ത് വെക്കുക. ആ സമയത്ത് നമുക്ക് ബിരിയാണി തയ്യാറാക്കാൻ തുടങ്ങാം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ 3 വലിയ സവാളയാണ് എടുത്തിരിക്കുന്നത്. കൂടാതെ മല്ലിയില, പുതിനയില, അതുപോലെ ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് അരച്ച പേസ്റ്റ്, ഗ്രാമ്പൂ, പട്ട, ഏലക്ക ഇവയൊക്കെ വേണം. അതുപോലെ തന്നെ 2 വലിയ തക്കാളിയാണ് ഇവിടെ എടുത്തിരിക്കുന്നത് ഞാൻ. ഉള്ളി റൈസ് ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ടും ബിരിയാണി മസാലയ്ക്ക് വേണ്ടിയിട്ട് ഉള്ളി ആവശ്യമുണ്ട്. ഇനി നമുക്ക് ആവശ്യമുള്ള അരി അളന്നെടുക്കാം. ഞാനിവിടെ 2 ഗ്ലാസ് അരിയാണ് എടുക്കുന്നത്. അതായത് 3 പേർക്കുള്ള ഒരു ഭക്ഷണമാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ അതിനനുസരിച്ച് 2 ഗ്ലാസ് ജീരകശാല അരിയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. 2 ഗ്ലാസ് അരി, 2 ഗ്ലാസ് അരിക്ക് 4 ഗ്ലാസ് വെള്ളം എന്ന കണക്ക്. അതായത് ഒരു ഗ്ലാസ് അരിക്ക് 2 ഗ്ലാസ് വെള്ളം. അത് അളന്ന് അതേ ഗ്ലാസ് തന്നെ എടുക്കുന്നതാണ് ഏറ്റവും നല്ലത്. കുക്കറിലാണെങ്കിൽ 1.5 ഗ്ലാസ് വെള്ളം മതിയാകും. തിളച്ച 1.5 ഗ്ലാസ് വെള്ളം ഒരു ഗ്ലാസ്സിൽ മതിയാകും. ഇനി നമുക്കൊരു പാൻ അടുപ്പിൽ വെക്കാം. പാൻ നന്നായി ചൂടായതിനു ശേഷം അതിലേക്ക് ആവശ്യമുള്ള നെയ്യ് ചേർക്കുക. അതുപോലെ തന്നെ അല്പം വെളിച്ചെണ്ണയും കൂടി ചേർത്ത് കൊടുക്കുക. നന്നായി ചൂടായതിനു ശേഷം അതിലേക്ക് ഗ്രാമ്പൂ, പട്ട, പെരുംജീരകം, ഏലക്ക ഇവയൊക്കെ തന്നെ ചേർക്കുക. ഇവയൊന്ന് ചൂടായി പൊട്ടിയതിന് ശേഷം മാത്രം നമുക്ക് അതിലേക്ക് ഉണക്കമുളക്, ഇത് കൂടാതെ ഉണക്കമുന്തിരി, അണ്ടിപ്പരിപ്പ് എന്നിവയൊക്കെ ചേർക്കാവുന്നതാണ്. അപ്പോൾ നന്നായിട്ടൊന്ന് മൂപ്പിക്കുക. മൂപ്പിച്ച ശേഷം അതിലെ മുന്തിരിങ്ങ മാത്രം ഞാൻ വേറെ കോരി എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി അതിലേക്ക് ഉള്ളി ചേർത്ത് കൊടുക്കുക. നേരത്തായിട്ട് അരിഞ്ഞ് ഉള്ളിയാണ് ചേർക്കേണ്ടത്. ആ ഉള്ളി ചേർക്കുക. ഉള്ളി ചേർത്തതിന് ശേഷം നന്നായിട്ടൊന്ന് വഴറ്റണം. അല്പം ഉപ്പും കൂടി ചേർക്കുക. അങ്ങനെ നന്നായിട്ട് വഴറ്റി ഒരു ബ്രൗൺ കളർ ആകുന്നത് വരെ വഴറ്റി കൊടുക്കേണ്ടതാണ്. ഇനി ഇതിൽ നിന്ന് ഞാൻ അല്പം ഉള്ളി കോരി മാറ്റി വെക്കുന്നുണ്ട്, ചോറിൻ്റെ മുകളിൽ ചേർത്ത് കൊടുക്കാൻ വേണ്ടിയിട്ട്. ചിലപ്പോൾ തന്നെ എണ്ണയിൽ തന്നെ വറുത്ത് കോരി അത് തന്നെ എടുത്ത് വെക്കാറുണ്ട്. ഇനി ഇതിലേക്ക് വെള്ളമൊക്കെ ഊറ്റി ആറി വെച്ച് അരി ചേർത്ത് കൊടുക്കുക. അരി നന്നായിട്ട് ഒരു 5 മിനിറ്റ് ചെറു തീയിൽ ഒന്ന് ഫ്രൈ ചെയ്യേണ്ടതാണ്. അരി നന്നായിട്ട് ഫ്രൈ ആയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ചേർക്കേണ്ടത് തിളച്ച വെള്ളമാണ്. അപ്പോൾ ഞാനിവിടെ ആദ്യം പറഞ്ഞതുപോലെ 1 ഗ്ലാസ് അരിക്ക് 2 ഗ്ലാസ് വെള്ളമാണ് സാധാരണ എടുക്കാറ്. പക്ഷേ തീ കുറച്ച് വെക്കുകയാണെങ്കിൽ ശരിക്കും 1 ഗ്ലാസ് അരിക്ക് 1.5 ഗ്ലാസ് വെള്ളം മതിയാവും. കുക്കറിലാണെങ്കിലും 1.5 ഗ്ലാസ് മതിയാവും. അപ്പോൾ ഞാനിവിടെ 1 ഗ്ലാസ് അരിക്ക് 1.5 ഗ്ലാസ് വെള്ളമാണ് ചേർക്കുന്നത്. 1 ഗ്ലാസും 1/2 ഗ്ലാസും. 2 ഗ്ലാസ് അരിക്ക് വീണ്ടും 1 ഗ്ലാസ് അരിക്ക് 1.5 ഗ്ലാസ്. അങ്ങനെ കൃത്യം അതേ ഗ്ലാസ്സിൽ തന്നെയാണ് വെള്ളം എടുക്കുന്നത്. അതേ അളവിൽ തന്നെ എടുത്ത് വെള്ളം ആവശ്യം ചേർക്കുക. അതിനുശേഷം അതിലേക്ക്
ഉപ്പും കൂടി ഇട്ട് കൊടുക്കുക. ഉപ്പ് നോക്കിയിട്ട് വേണം ഇടുക, അധികമാവരുത്. ഉപ്പൊക്കെ ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. തീ കുറച്ച് വേവിക്കുകയാണെങ്കിൽ നമുക്ക് ശരിക്കും പറഞ്ഞാൽ ആ വെള്ളം കൊണ്ട് തന്നെ അരി കൃത്യമായിട്ട് വെന്ത് കിട്ടുന്നതായിരിക്കും. അല്പം ലെമൺ കൂടി ഇതിൽ പിഴിഞ്ഞ് കൊടുത്താൽ അരി ഒട്ടിപ്പിടിക്കാതെ നിൽക്കും. പിന്നെ വേണമെങ്കിൽ അതിലേക്ക് അല്പം പുതിനയില, മല്ലിയില ഇതൊക്കെ ചേർത്ത് കൊടുക്കുക. അതിനുശേഷം അടച്ച് വെച്ച് ചെറു തീയിൽ ആണ് വേവിക്കേണ്ടത്. ഇനി നമുക്ക് ബിരിയാണിക്ക് വേണ്ടിയുള്ള മസാല തയ്യാറാക്കാം. അതിന് വേണ്ടിയിട്ട് ആദ്യം അതിലേക്ക് അല്പം വെളിച്ചെണ്ണ ഒഴിക്കുക. വെളിച്ചെണ്ണ ചൂടായതിനു ശേഷം ഞാൻ അതിലേക്ക് വളരെ കുറച്ച് പെരുംജീരകം, അതുപോലെ തന്നെ ഒരു ഗ്രാമ്പു, അല്പം പട്ട ഇവയൊക്കെ തന്നെ ഒന്ന് മൂപ്പിക്കുക, ഇട്ട് കൊടുത്ത് മൂപ്പിക്കുക. ഒന്ന് പൊട്ടിയതിന് ശേഷം അതിലേക്ക് ഉള്ളി ചേർക്കുക. ചിലർ ആദ്യം ഉള്ളിക്ക് പകരം ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റാണ് മൂപ്പിക്കുന്നത്. ഞാൻ പക്ഷേ ഇവിടെ ഉള്ളി ജസ്റ്റ് ഒന്ന് മൂപ്പിച്ച ശേഷം പിന്നീടാണ് അതിൽ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് മൂപ്പിക്കുന്നത്. അപ്പോൾ ഉള്ളി ഒന്ന് വാടട്ടെ. അത് വാടിയതിന് ശേഷം ഞാൻ കോരി വെക്കുകയാണ്. അതിനുശേഷം അതേ പാത്രത്തിൽ തന്നെ ഞാൻ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റാണ് ചേർക്കുന്നത്. ഒരു 6 അല്ലി വെളുത്തുള്ളിയും അതുപോലെ തന്നെ 5 പച്ചമുളകും അല്പം ഒരു പീസ് ഇഞ്ചിയും അരച്ച പേസ്റ്റാണിത്. ഒരു ടേബിൾ സ്പൂൺ അല്ലെങ്കിൽ ഒരു ടേബിൾ സ്പൂൺ കുറച്ച് മതിയാവും. അത് ചേർത്ത് ഒന്ന് മൂപ്പിക്കുക. നന്നായിട്ടൊന്ന് ജസ്റ്റ് ഫ്രൈ ആവുന്ന ജസ്റ്റ് ഇഞ്ചിയും വെളുത്തുള്ളിയുടെ പച്ചമുളകൊക്കെ മാറണം. ഒന്ന് നന്നായിട്ട് മൂപ്പിച്ചതിന് ശേഷം അതിലേക്ക് വീണ്ടും നേരത്തെ ഞാൻ ജസ്റ്റ് ഫ്രൈ ചെയ്ത് വെച്ച ഉള്ളി ചേർത്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. നമുക്കല്ലെങ്കിൽ ആദ്യം ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് ഇതുപോലെ മൂപ്പിച്ചതിന് ശേഷം അതിലേക്ക് ഉള്ളി ചേർത്താലും മതിയാവും. അപ്പോൾ ഇവിടെ എൻ്റെ ചോറ് ഇവിടെ അത്യാവശ്യം വെന്തിട്ടുണ്ട്. ഞാൻ 1.5 ഗ്ലാസ് വെള്ളമേ ചേർത്തിട്ടുള്ളൂ. കറക്റ്റായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട്. തീ കുറച്ച് വെക്കാൻ, ഒന്ന് തിളച്ചതിന് ശേഷം തീ കുറച്ച് വെക്കാണ് വേണ്ടത്. അപ്പോൾ അതാ എൻ്റെ ഇഞ്ചി വെളുത്തുള്ളി അല്പം കുറച്ചധികം മൂത്തുപോയി. കുഴപ്പമില്ല. അതിലേക്ക് ഞാൻ ഉള്ളി നേരത്തെ വഴറ്റി വെച്ച ഉള്ളിയും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നന്നായിട്ട് ഇവയൊന്ന് മിക്സ് ചെയ്യുക. നന്നായിട്ട് മിക്സ് ആക്കിയതിന് ശേഷം അല്പം ഉപ്പും ഉണ്ട്, ആവശ്യം ഉപ്പില്ലെങ്കിൽ ആവശ്യം ഉപ്പും ചേർത്ത് കൊടുക്കുക. നന്നായിട്ടൊന്ന് മിക്സ് ആക്കിയതിന് ശേഷം അത് നമുക്കിതിലേക്ക് ആവശ്യമുള്ള മസാലപ്പൊടികളൊക്കെ ചേർക്കേണ്ടതുണ്ട്. ആദ്യം ഇതിനൊരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയാണ് ചേർത്ത് കൊടുക്കേണ്ടത്. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുക. അതുപോലെ തന്നെ 1 ടേബിൾ സ്പൂൺ മുളക് പൊടി, കാശ്മീരി മുളക് പൊടിയാണ് ഞാൻ ഇവിടെ എടുത്തിരിക്കുന്നത്, ചേർക്കുക. അതുപോലെ തന്നെ ഒരു 1/4 ടീസ്പൂൺ മല്ലിപ്പൊടി ഇട്ട് കൊടുക്കുക. കുരുമുളക് പൊടി അല്പം, ഒരു നുള്ള് കുരുമുളക് പൊടിയും ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് മൂപ്പിക്കുക. നന്നായിട്ടൊന്ന് ഫ്രൈ ആയതിനു ശേഷം മസാലപ്പൊടികളുടെ പച്ചമണമൊക്കെ ഒന്ന് മാറണം, അതുവരെ ഒന്ന് മൂപ്പിക്കണം. തീ കുറച്ച് വെക്കേണ്ടതാണ്, ഇല്ലെങ്കിൽ പെട്ടെന്ന് തന്നെ കരിഞ്ഞു പോകാനുള്ള സാധ്യതയുണ്ട്. അതുപോലെ തന്നെ അതിലേക്ക് ഒരു നുള്ള് ഞാൻ വീട്ടിൽ തന്നെ ഉണ്ടാക്കി പൊടിച്ചതാണ്. ആ ഒരു പൊടിച്ച മസാലപ്പൊടി, ഗരം മസാലപ്പൊടിയാണ് ഇവിടെ ചേർത്തിരിക്കുന്നത്. നുള്ള് 1/4 ടീസ്പൂൺ ഗരം മസാലപ്പൊടിയും കൂടി ചേർത്ത് കൊടുത്തതിന് ശേഷം നന്നായിട്ട് ചൂടാക്കുക. അതിനുശേഷം അതിലേക്ക് അരിഞ്ഞിട്ട് തക്കാളി ഇട്ട് കൊടുക്കുക. തക്കാളിയും കൂടി ഇട്ട് കൊടുത്ത ശേഷം നന്നായിട്ട് ഒന്ന് മിക്സാക്കി നന്നായിട്ട് അതിൻ്റെ എല്ലാ മസാലയും എല്ലാ ഭാഗത്തും കൃത്യമായിട്ട് എത്തിയിരിക്കണം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. അപ്പോൾ നമ്മുടെ മസാലയിൽ നമുക്ക് ചെറു തീയിൽ അടച്ച് വെച്ച് വേവിക്കാം. അതിനുശേഷം നമ്മുടെ മീൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പം മീൻ നമുക്കിനി ഫ്രൈ ചെയ്തെടുക്കണം. അതിന് വേണ്ടിയിട്ട് ഒരു പാൻ അടുപ്പിൽ വെക്കുക. അത് ചൂടായതിനു ശേഷം അല്പം വെളിച്ചെണ്ണ ചേർക്കുക. അതിനുശേഷം മീൻ ഓരോന്നായിട്ട് അതിലേക്ക് എടുത്ത് വെക്കുക. വലിയ പീസാണ്, കട്ട് ചെയ്തിട്ട് വേണമെങ്കിൽ കട്ട് ചെയ്യാം. അപ്പോൾ ഒരു പീസ് വളരെ വലുതായതുകൊണ്ട് ഞാനത് വണ്ണം കൂടുതലായിപ്പോയി. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാനത് കട്ട് ചെയ്തിട്ടുണ്ട്. അത് ഫ്രൈ ചെയ്ത് കിട്ടാനുള്ളൊരു ബുദ്ധിമുട്ട് കൊണ്ടാണ് അങ്ങനെ ചെയ്യുന്നത്. ഞാനൊന്ന് അതൊക്കെ അപ്പം നമ്മുടെ മസാലയും ഇവിടെ റെഡി ആയിട്ടുണ്ട്. മസാലയിലേക്ക് അല്പം ഉപ്പും കൂടി ചേർക്കുന്നുണ്ടെങ്കിൽ ഞാൻ ഉപ്പ് കുറച്ച് കുറവാണ്, നോക്കിയിട്ട് അതുപോലെ ചെയ്യുക. അപ്പം മീനും അതുപോലെ തന്നെ ഇവിടെ ഫ്രൈ ആയിട്ട് വന്നിട്ടുണ്ട്. മീൻ നന്നായിട്ടൊന്ന് ഫ്രൈ ആവട്ടെ. ആയ ശേഷം നമുക്ക് ഈ മസാല ഇനി മീനിലേക്ക് ചേർക്കണം.
ഇവിടെ റെഡിയായ മസാലയിലേക്ക് ഞാൻ ഒരു 2 ടേബിൾ സ്പൂൺ തൈര് ചേർക്കുന്നുണ്ട്. അപ്പം തൈരും കൂടി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യണം. നന്നായിട്ടൊന്ന് ചൂടാക്കിയതിന് ശേഷം ഈ മസാല നമുക്കിനി മീനിലേക്ക് ചേർക്കുകയാണ് വേണ്ടത്. അപ്പോൾ ഈ ഫ്രൈ ചെയ്ത് വെച്ച മീനിലേക്ക് ഒന്നുകിൽ നമുക്ക് മീൻ തിരിച്ച് മസാലയൊക്കെ വെച്ച് കൊടുക്കാം. അല്ലെങ്കിൽ ഫ്രൈ ഞാൻ മീൻ പൊട്ടിപ്പോകുന്നതുകൊണ്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. ആ ഫ്രൈ ഒന്ന് മീനിൻ്റെ മുകളിലേക്ക് ഒന്ന് ആക്കി കൊടുത്തിട്ട് നന്നായിട്ട് അതിന് മസാലയൊക്കെ മീനിലേക്ക് വരഞ്ഞിട്ടാണ് അങ്ങനെ ചെയ്യുന്നത്. ഒരു തീ കുറച്ച് വെച്ചിട്ട് ഒരു 10 മിനിറ്റോളം അടച്ച് വെച്ചിട്ടൊന്ന് വേവിക്കേണ്ടതുണ്ട്. അങ്ങനെ മസാലയൊക്കെ ചേർത്ത് കൊടുത്ത മീൻ അടച്ചു വെച്ചിട്ട് ഒരു 10 മിനിറ്റ് ചെറിയ തീയിലൊന്ന് ഇങ്ങനെ വേവിച്ച് കൊടുക്കുക. അപ്പോൾ എല്ലാ ഭാഗത്തും മീനിൻ്റെ മസാലയുടെ ഇതൊക്കെ പിടിച്ചിട്ടുണ്ടാവും. കാണാൻ എണ്ണയൊക്കെ തെളിഞ്ഞ് വന്നിട്ടുണ്ട്. അപ്പോൾ നന്നായിട്ട് മീനിലേക്ക് അതിൻ്റെ മസാലയുടെ ടേസ്റ്റൊക്കെ ഇറങ്ങിയിട്ടുണ്ടാവും. അപ്പോൾ ഞാനിവിടെ നേരത്തെ റൈസ് വെച്ച അതേ പാത്രം തന്നെയാണ്. ദം ബിരിയാണി പോലെ, ദം ബിരിയാണി അല്ല, അങ്ങനെയല്ല, എന്തെങ്കിലും അതേ ഒരു രീതിയിലാണ് ഞാനിവിടെ തയ്യാറാക്കുന്നത്. അപ്പോൾ ഞാൻ അവിടുന്ന് അല്പം ഉള്ളി മസാല മാത്രം അതിൻ്റെ അടിഭാഗത്ത് ചോറിന് ഇട്ട് കൊടുക്കുന്നതിന് വേണ്ടിയിട്ട് അതിൻ്റെ ഭാഗത്ത് ചേർത്ത് കൊടുക്കുകയാണ്. അപ്പോൾ ഇവിടെ ഞാൻ 3 പേർക്കുള്ള ആക്കിയത് കൊണ്ട് കൂടുതൽ മസാല ഒന്നുമില്ല, അല്പം ഉള്ള ഒരു മസാല ഇവിടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്കിതിൻ്റെ മുകളിലേക്ക് നേരത്തെ വേവിച്ച് വെച്ച ചോറാണ് ചേർത്ത് കൊടുക്കേണ്ടത്. ആ മസാലയുടെ മുകളിലേക്ക് നമുക്ക് നേരത്തെ എടുത്ത് വെച്ച ചോറ് ഇട്ട് കൊടുക്കണം. കുറച്ചായിട്ട് അതിലേക്ക് ഇട്ട് കൊടുക്കുക. നിങ്ങളുടെയൊക്കെ കുറേ മസാലയും അതുപോലെ കുറേ ഉണ്ടെങ്കിൽ നമുക്കിതുപോലെ ലെയറായിട്ട് പല ലെയറിലെ മസാല ചേർത്ത് കൊടുത്തിട്ട് അങ്ങനെ ചെയ്യാവുന്നതാണ്. എനിക്കിവിടെ മസാല അല്പം മാത്രമേ ഉള്ളൂ, അതുകൊണ്ട് തന്നെ ഞാൻ ഒരു ലെയറേ തയ്യാറാക്കുന്നുള്ളൂ. അതുപോലെ തന്നെ നേരത്തെ വറുത്ത് ഒരു വെച്ച ഉള്ളിയും അല്പം മല്ലിയിലയും കൂടെ ഒക്കെ അതിൻ്റെ ഇടയിൽ ഞാൻ ചേർത്ത് കൊടുക്കുന്നതിൻ്റെ മസാല വളരെ കുറവായതുകൊണ്ട് നമുക്ക് ഇവിടെ വേണമെങ്കിൽ മസാല ഇട്ട് കൊടുക്കാം. ചിക്കനൊക്കെ ആണെങ്കിൽ അടിയിൽ ചിക്കൻ വെച്ചിട്ട് ഇടയ്ക്കും ചിക്കൻ വെച്ചിട്ട് അങ്ങനെയൊക്കെ ചെയ്യാവുന്നതാണ്. കുറേ പേർക്കൊക്കെ ഉണ്ടാക്കുമ്പോൾ മീനിങ്ങനെ അടിയിൽ വെച്ച് പെട്ടെന്ന് ഇളക്കുമ്പോൾ അത് പൊട്ടിപ്പൊക്കാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ മീൻ ഞാൻ ഏറ്റവും മുകളിലാണ് വെക്കുന്നത്. അപ്പോൾ ബാക്കിയുള്ള റൈസും കൂടി ചേർക്കും. അങ്ങനെ എല്ലാ ചോറും ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. എല്ലാം നിരത്തി ഇതുപോലെ ആക്കിയ ശേഷം കൂടുതൽ ഇളക്കേണ്ട ആവശ്യമില്ല, കാരണം അതിലധികം അടിഭാഗത്ത് മാത്രമേ മസാലയുള്ളൂ. അപ്പം ഞാനിവിടെ കളറിന് വേണ്ടിയിട്ട് കളറൊന്നും ചേർക്കുന്നില്ല. അല്പം വെള്ളത്തിൽ മഞ്ഞൾപ്പൊടി ചേർത്തിട്ടുള്ള ഒരു വെള്ളമാണ് അത്. ജസ്റ്റ് ഒന്ന് അതിലേക്കൊന്ന് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അങ്ങനെ ആ ചോറിൻ്റെ മുകളിലേക്ക് നമ്മൾ നേരത്തെ മസാലയൊക്കെ റെഡിയാക്കി വെച്ച ഉള്ളി, തക്കാളിയും മസാലയും അതുപോലെ തന്നെ മീനും ഒക്കെ ഉള്ള ആ ഭാഗം കൂടി നമുക്ക് ചോറിൻ്റെ മുകളിൽ ഭാഗത്ത് വെച്ച് കൊടുക്കാം. കാരണം മീൻ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഏറ്റവും മുകളിൽ വെക്കുന്നതാണ് ഏറ്റവും നല്ലത്. മീൻ ഉണ്ടാക്കുമ്പോൾ അല്ലെങ്കിൽ മീൻ പൊട്ടിപ്പോകാൻ സാധ്യതയുണ്ട്. അപ്പോൾ മീനിൻ്റെ ആ പീസൊക്കെ മുകളിലെടുത്ത് വെക്കുക. നന്നായിട്ട് വന്നിട്ട് മുകളിലേക്ക് പുതിനയില, ഉള്ളി, ഫ്രൈ ചെയ്ത ഉള്ളി, അതുപോലെ തന്നെ ഉണക്കമുന്തിരി, അണ്ടിപ്പരിപ്പ് എന്താണ് ഉള്ളത് ഒക്കെ ചേർത്തിട്ട് നമുക്ക് അടച്ച് വെച്ചിട്ട് നമുക്ക് ഒരു 10-15 മിനിറ്റോളം നമുക്ക് ചെറിയ തീയിലൊന്ന് അടച്ച് വെച്ചിട്ട് ഒന്ന് വേവിക്കേണ്ടതുണ്ട്. എൻ്റെ അരി കൂടുതൽ വന്നിട്ടുമില്ല, അതുകൊണ്ട് കൂടുതൽ വെന്തരിയാണെങ്കിൽ ചെയ്യേണ്ട ആവശ്യമില്ല, നമുക്ക് ചെയ്യുവാൻ സാധ്യതയുണ്ട്. അപ്പോൾ കറക്റ്റ് അരി വേവൊക്കെ ആണെങ്കിൽ അതുപോലെ ചെയ്യാം. അങ്ങനെ മസാലയൊക്കെ ഇതിൽ നിരത്തി വെച്ചിട്ടുണ്ട്. നമുക്കിതിനെ അടച്ച് വെക്കാം. അപ്പോൾ ഇതിൻ്റെ ഹോള് ഞാനിവിടെ അടക്കുന്നുണ്ട്. അപ്പോൾ ഒരു അലുമിനിയം ഫോയിൽ പീസ് കൊണ്ടുവന്നത് അടച്ച് വെച്ചിട്ട് വളരെ അല്ലെങ്കിൽ ആവി പോയാൽ അതിൻ്റെ ടേസ്റ്റ് ഉണ്ടാവില്ല, അതുകൊണ്ട് അടച്ച് വെക്കണം. ഉണ്ടെങ്കിൽ കേട്ടൊന്നത് മൂടി വയ്ക്കുക. അപ്പോൾ വളരെ ചെറിയ തീയിൽ മാത്രം ഒരു 15 മിനിറ്റോളം വെക്കണം. ശ്രദ്ധിക്കണം, അടുക്കി പിടിക്കാതെ ശ്രദ്ധിക്കേണ്ടതുണ്ട്. അപ്പോൾ അങ്ങനെ വളരെ എളുപ്പത്തിൽ അടിപൊളി ഫിഷ് ബിരിയാണി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഏത് ഫിഷും ഇതുവരെ തയ്യാറാക്കാവുന്നതാണ്. എല്ലാവരും പരീക്ഷിക്കണം. ഇഷ്ടപ്പെട്ടെന്ന് ലൈക്ക് ചെയ്യണം, ഉണ്ടാക്കി നോക്കണം.